നമുക്ക് ചെമ്മീൻ കറി വെക്കാനായിട്ട് ആദ്യം കുറച്ച് തേങ്ങ തിരുമ്മി എടുക്കാം. പച്ച തേങ്ങ വേണേ, ഉണക്ക തേങ്ങ കൊള്ളത്തില്ല കേട്ടോ. ഇച്ചിരി പച്ച തേങ്ങ, വിളഞ്ഞ പച്ച തേങ്ങ. ഇനി നമുക്കത് ആദ്യം തേങ്ങ തിരുമ്മി എടുക്കാം. ഞാൻ എന്താ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഒരു 5-8 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചുവന്ന ഉള്ളിയില്ലേ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ്, എന്നാലും മാങ്ങ ഇട്ട് വെക്കുന്നതിന് ഒത്തിരി എരിവ് വേണ്ട. എന്താ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വേണ്ട, നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും മുളക് പൊടിയും എല്ലാം കൂടെ അരച്ചതിന് ശേഷം ലാസ്റ്റ് ഈ ഉള്ളി ഇട്ടൊന്ന് ചതച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളി കല്ലിൽ വെച്ച് ചതച്ചിട്ട് ഇതിലോട്ട് ചേർത്താലും മതി. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് എത്ര വേണമെന്ന് എനിക്ക് അറിയത്തില്ല, പുളി എങ്ങനെയാ എന്ന് അറിയത്തില്ല, മുറിച്ച് നോക്കിയിട്ട് പറയാം. അതിന്റെ തൊലി ചെത്തിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കറുത്തു പോകും. അതുകൊണ്ടാ തൊലി ചെത്തുന്നത്. ഞാൻ തൊലി ചെത്തി അരിഞ്ഞെടുക്കാവേ. ഈ പിച്ചാത്തി ഉണ്ടോ, ഞങ്ങള് നമ്മുടെ ബീച്ചില്, ആലപ്പുഴ ബീച്ചില് ഇത് അക്വേറിയം കാണാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഒരു രസം തോന്നി വാങ്ങിയതാ കേട്ടോ. നല്ല മൂർച്ചയുണ്ട്. ഞാൻ ആ മാങ്ങയുടെ 2 ഭാഗം, പള്ള ഭാഗമില്ലേ അതേ എടുത്തിട്ടുള്ളൂ. പുളിയുണ്ട് ഒരുമാതിരി, ഒരുമാതിരി നല്ലതായിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങ അരിഞ്ഞ് വെള്ളത്തിലിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കറ ഇറങ്ങും. നല്ല മൂർച്ചയുണ്ട് കേട്ടോ പിച്ചാത്തിക്ക്. ഞാൻ ആണെ ആപ്പ് ഇട്ടിട്ടില്ല, ഇതേ വെച്ച് വല്ലരിയുന്നത്. എന്തോ പേടിയുണ്ട്, അതാ പതുക്കെ മുറിക്കുക. ഞാൻ ഇങ്ങനെയാ മാങ്ങ മുറിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാം. ഞാൻ ഇത്ര മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ചെമ്മീനേ ഉള്ളൂ. ഞാനൊരു 4 പച്ചമുളക് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടം പിളർന്ന് വെച്ചിരിക്കുക. നമ്മുടെ കയ്യിൽ ഇത്ര ചെമ്മീനേ ഉള്ളേ. ഇത് ഇന്നലെ വാങ്ങിയിട്ട് പൊളിച്ചു വെച്ചിരുന്നതാണ്, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാൻ അരപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാം. ഞാൻ ആ മുളക് പൊടിയും തേങ്ങയും എല്ലാം കൂടി ജാറിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അരച്ചോണ്ട് വരാവേ. കല്ലേൽ അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ കല്ലേലൊന്നും അരയ്ക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കുന്നത്. അത്ര ഫൈനായിട്ട് അരച്ചിട്ടില്ല, ഞാൻ ചെറിയ തരിതരിപ്പോടെ അരച്ചിരിക്കുന്നത് കേട്ടോ. തരിതരിപ്പോടെ അരച്ചു. മാങ്ങ ഇട്ട് വെക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇച്ചിരി തരിതരിപ്പായിട്ട് അരയ്ക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. ഇതിലേക്ക് നമുക്ക് ആ മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, പോരെങ്കിൽ പിന്നീട്. ആ ജാറ് കഴുകിയിട്ടുണ്ടല്ലോ, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില അതിന്റെ കൂട്ടത്തിൽ. എന്നിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഒരു 2 മിനിറ്റ് കൈ കൊണ്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യണം. തവി കൊണ്ട് ചെയ്യാം, തവി കൊണ്ട് ചെയ്താൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ കല്ലേലല്ലല്ലോ. ഇത്രയും മതിയേ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരികിലുള്ളതൊക്കെ ഒന്ന് വടിച്ചിട്ടോട്ടെ. ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം. മാങ്ങയുള്ളതല്ലേ, വേഗണ്ടേ. ഒരു കാര്യം നമ്മൾ മറന്നുപോയി, ആ ഉള്ളി ചതച്ചിട്ടില്ലായിരുന്നു, ചതച്ചത് ചേർത്തില്ലായിരുന്നു. അതിപ്പോഴാ ചേർക്കുന്നത്. ഞാനേ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. തരിതരിപ്പായിട്ട് അരച്ചിരിക്കുന്നത് കേട്ടോ, അങ്ങനെ മതിയേ. സ്മൂത്തായിട്ട് അരയ്ക്കണ്ട മാങ്ങ ഇടുമ്പോൾ, ഇങ്ങനെ അരയുന്നോ നല്ലത്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടുപ്പ് വെച്ച് തിളപ്പിക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ അടുപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് തിളച്ചു വരട്ടെ. അടച്ചൊന്നും വെക്കണ്ട. തിളച്ചു വരുന്നതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ നമുക്ക് നാടൻ മാങ്ങയാണേ നല്ലത്. അതല്ലെങ്കിൽ കിളിച്ചുണ്ടൻ മാങ്ങ എന്ന് പറയാം. ആലപ്പുഴയിലൊക്കെ ഉണ്ട്, കുട്ടനാട്ടിലും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ മറ്റുള്ളിടത്ത് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടോന്നും അറിയത്തില്ല. കിളിച്ചുണ്ടൻ മാങ്ങ അത് നല്ല നല്ല ടേസ്റ്റാണ് മീനൊക്കെ വെക്കാൻ. നമ്മുടെ അരപ്പ് തിളച്ചു വന്നിട്ടുണ്ട്. അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ചു വന്നോട്ടെ. ചെമ്മീൻ ഒത്തിരി വേവില്ലല്ലോ, നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ചിലരുണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട്. നമ്മൾ അതൊന്നും ചേർക്കാറില്ല കേട്ടോ. വെറുതെ ചുമന്നുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് മാറും. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ, ചുമന്നുള്ളി മാത്രം അരച്ച്. നമ്മുടെ ചെമ്മീൻ കറി എന്തായെന്ന് നമുക്ക് നോക്കാം. പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊന്ന് നോക്കട്ടെ. ഒരൽപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പുളിയൊക്കെ ഉണ്ട്. ഞാനിട്ട മാങ്ങയൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും മതി. ഒരു മുരിങ്ങയ്ക്കയും കൂടി ഇട്ടാൽ നല്ലതാ കേട്ടോ. ഞാൻ സത്യത്തിൽ മറന്നുപോയതാ, ഇടണമെന്നൊക്കെ വിചാരിച്ച് എടുത്തു വെച്ചു, ഇട്ടില്ല. ഭയങ്കര മറവിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, പച്ചക്കറിവേപ്പില. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നമുക്കിനി ഒഴിക്കാൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കൂട്ടി കഴിക്കാമല്ലോ. ഞാനിന്ന് വേറെ ഒന്നും വെച്ചിട്ടില്ല, ഒരു മെഴുക്കുവരട്ടിയും വെച്ചു, ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്ക് അല്പം പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേറെ ആരും ഇല്ല, ഞാനും മോളും കുഞ്ഞു ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കത് മതി. വേണമെങ്കിൽ ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഞാനൊരു സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് നല്ല എണ്ണമയം ഉള്ളത് കൊണ്ട് നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, എന്നാലും ഒരു ടേസ്റ്റിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഇത്ര ഒഴിക്കുന്നുള്ളൂ.
എന്നാലേ ആ മീനിന്റെ ഒരു ഇത് വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങ ഇട്ട് വെച്ച ചെമ്മീൻ കറി. ആലപ്പുഴയിലൊക്കെ ഇങ്ങനെയാ വെക്കുന്നത് കേട്ടോ, വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല. പിന്നെ വെളുത്തുള്ളി ചേർക്കുമ്പോഴത്തേക്ക് അതിന്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആവും. ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കും. ആലപ്പുഴക്കാരെന്തായാലും ഇങ്ങനെയാ വെക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് എന്റെ ചെമ്മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.